Welcome back to Sabia Sabi vlog, where every trip is a little adventure. Let's go explore Bibri together. നേരെ പോകുന്നത് നമ്മുടെ കോവൻറ്റിലെ ടിഫിൻ ബോക്സ് റെസ്റ്റോറൻറ്റിലേക്കാണ്. There I met UK's flavor king, Chef Jomon. We had a good, meaningful conversation, and honestly, he's one of the most humble person. Not just a chef, he's an inspiration for all food lovers and creators like me. നമ്മുടെ ഷെഫിനോട് അങ്ങനെ ബായൊക്കെ പറഞ്ഞ് നേരെ വൈശാഖ് ബ്രോയിന് കൂട്ടി സ്ട്രേറ്റ് ടു ദ ബ്യൂട്ടിഫുൾ ബിബറി വില്ലേജ്. ചിത്ര ചേച്ചിയെ പോലെ പാടാൻ നോക്കിയത് കൊണ്ടാണോ അതോ കഴിച്ചിട്ട് കൂടി പോയിട്ടാണോ എന്നറിയത്തില്ല. ഞാനും വിച്ചൂട്ടനും കൂടെ സ്ലീപ്പ് മോഡ് ഓൺ ബട്ട് ബിബറി ഓൺ ദ വേ. ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ തോന്നി, ഇസ് ദിസ് ജയിൽ ഓർ എ കഫേ? അപ്പാരൻ്റ്ലി ഇത് മുമ്പ് ഒരു ജയിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു കഫേ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ കാണുന്ന ഒരു മാജിക്കാണിത്. ഓൾഡ് ജയിൽ ബിക്കംസ് കോസി ഹാങ് ഔട്ട് സ്പോട്ട്. 1792 നിർമ്മിച്ച ഈ ജയില് 2018 കഫേയാക്കിയത്. ഇപ്പോഴും അകത്ത് പ്രിസണും സെല്ലും ഒക്കെ ഈവൻ കോർട്ട് റൂംസ് വരെ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആണ് അവിടെ. റോഡ് സൈഡിലുള്ള ഫുൾ ആപ്പിൾ ട്രീസും പേറും ഗ്രേപ്സും ഇതൊക്കെ ആരെങ്കിലും മിസ് ചെയ്യുമോ? കുറച്ച് ഫ്രഷ് ഫ്രൂട്ട് പറിച്ച് സ്ട്രൈറ്റ് ഫ്രം നേച്ചർ. നോ സൂപ്പർ മാർക്കറ്റ്, നോ പാക്കിംഗ്. വില്ലേജിൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. പഴത്തിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, ഒരു നൊസ്റ്റാൾജിക് ഫീലും. നേച്ചർ ഗീവ്, വി എൻജോയ്. ദാറ്റ്സ് ദ കൺട്രി സൈഡ് വൈബ്. ശരിക്കും ഞങ്ങൾ ഈ ഒരു മൂമെൻറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ സ്ട്രൈറ്റ് മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കുന്ന പഴങ്ങളുടെ രുചി അത് ഒരു പ്രത്യേകത തന്നെയല്ലേ. വഴി തെറ്റിയപ്പോൾ വൈശാഖേട്ടൻ ആ വഴിയിലൂടെ പോയ മദാമേനെ പിടിച്ചു നിർത്തി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈശാഖേട്ടനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഫൈനലി വി റീച്ച് ബിബറി. ബ്യൂട്ടിഫുൾ ഹൗസസ്, എസ്പെഷ്യലി അതിൻ്റെ സ്റ്റോൺ വാൾസ്. ഇതിൻ്റെ ആ മതിലുകൾ കണ്ടോ? ഇത്തരത്തിലുള്ള മതിലുകൾ നിർമ്മിക്കാൻ തന്നെ വേണം നല്ല ക്ഷമയും കഴിവും. ഇത്തരത്തിലുള്ള ഈ മതിലുകളും വീടുകളുമാണ് കേട്ടോ ഈ വില്ലേജിൻ്റെ കൾച്ചർ, ഹിസ്റ്ററി, നേച്ചർ എന്നിവയുടെ പെർഫെക്റ്റ് സിമ്പിൾ. സ്റ്റാൻഡ് ഹിയർ, യു റിയലി ഫീൽ കണക്റ്റഡ് ടു സംതിങ് ടൈംലെസ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഈ സിംപ്ലിസിറ്റി ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി തന്നെ ബിബറിയുടെ സ്പെഷ്യലാണ്. ഇവിടുത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ഒരു ഫാം ആൻഡ് ഗാർഡൻസ്. മുതിർന്നവർക്ക് 10 കുട്ടികൾക്ക് 9.5 പൗണ്ടുമാണ്. ഏകദേശം നമ്മുടെ ഒരു ഇന്ത്യൻ മണി 1500, കുട്ടികൾക്കാണെങ്കിൽ 950. ഇതിനകത്ത് തന്നെ നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഗ്രില്ലടിക്കാം. ഇവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണിത്. ഇത് ഇവിടുത്തെ സെൻറ് മേരീസ് ചർച്ചാണ് കേട്ടോ. 11ാം നൂറ്റാണ്ടിലുള്ളതാണ് ഈ പള്ളി. ഏകദേശം 1000 വർഷം പഴക്കമുണ്ട് ഈ ചർച്ചിന്. ബട്ട് സ്റ്റിൽ സ്റ്റാൻഡ്സ് വെരി സ്ട്രോങ്. ഇവിടെയുള്ള ഈ സെമിത്തേരികളിൽ നിന്ന് നമുക്ക് ആ പഴമ മനസ്സിലാകും. വളരെ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഓരോരുത്തരുടെയാണ് കേട്ടോ ഈ കാണുന്ന ഓരോ ഗ്രേവും. ഹിസ്റ്ററിയുടെ ഒരു സൈലൻസ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സെമിത്തേരി കൂടി നടക്കുമ്പോൾ മനസ്സിൽ 1000 ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. കൂട്ടിവെച്ച ഗ്രേവ് സ്റ്റോൺസ്, കാലം കടന്നുപോയ കുറേ പോരായ്മകൾ, ബട്ട് സ്റ്റിൽ എല്ലാം വളരെ പീസ്ഫുള്ളാണ്. നോട്ട് സാഡ്, ജസ്റ്റ് കാം. വളരെ സൈലൻ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു പ്ലേസ്. ഇറ്റ്സ് ലൈക്ക് ദ എയർ ഇസ് വിസ്പറിംഗ് സ്റ്റോറീസ് ഫ്രം സെഞ്ച്വറീസ് എഗോ.
ഇതൊരു പോസ്റ്റ് ഓഫീസും കഫേയും ഒരുമിച്ചിട്ടുള്ളതാണ്. ഒരു അടിപൊളി ബ്രിട്ടീഷ് കൺട്രി സൈഡ് കഫേ വൈബ്. ഈ കാണുന്ന സ്വാണ് കണ്ടിട്ട് വൈശാഖട്ടൻ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഉള്ളതാണോ അല്ലയോ അതോ ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയണയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും കേട്ടപ്പോൾ കുറച്ച് റിയാലിറ്റിയൊക്കെ തോന്നി. വൈശാഖട്ടൻ ഇപ്പോഴും താറാവിൻ്റെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ എന്തായാലും അടുത്ത പ്ലേസ് കാണാനായിട്ട് പോവാണ്. ദ ഓൾഡ് പ്ലേസ് ലുക്സ് ലൈക്ക് എ മൂവി സെറ്റ്. ബിബറിയുടെ വേൾഡ് ഫേമസ് സ്റ്റോൺ ഹൗസാണ് ഈ കാണുന്നത്. ഈ ഒരു റോ ഓഫ് കോട്ടേജ് ആണ് ആർലിംഗ്ടൺ റോ. 1300 ആദ്യമായിട്ട് വൂൾ സ്റ്റോർ ഹൗസായിട്ട് ഇത് പണിതത്. പിന്നീട് തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വീടുകളാക്കി മാറ്റിയെന്നാണ് പറഞ്ഞത്. ഇതിലൂടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഫെയറി ടെയിൽ വേൾഡിലൂടെ പോകുന്ന ഒരു ഫീലിങ്സ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഏരിയ. ടൂറിസ്റ്റുകളൊക്കെ എത്ര വന്നു കഴിഞ്ഞാലും ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. സത്യം പറഞ്ഞ ഇതുപോലൊരു ഡ്രീമി പ്ലേസ് വ്ലോഗ് ചെയ്യാൻ പറ്റിയത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ. എ ബിഗ് സൈലൻസ്, ഒരേ ഗ്രീനറി, പിന്നെ ഒരു ബ്രിട്ടീഷ് വിൻറ്റേജ് വൈബ്, ലൈക്ക് വാക്കിംഗ് ഇൻസൈഡ് എ പെയിന്റിംഗ്. എനിവേ ദിസ് ഈസ് നോട്ട് എ വില്ലേജ്, ഇറ്റ്സ് ലൈക്ക് എ ഫെയറി ടെയിൽ പ്ലേസ്. എത്ര കണ്ടിട്ടും മതിയാവണില്ലായിരുന്നു. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഐസ്ക്രീം കഴിക്കാനായിരുന്നു. വിച്ചൂട്ടിൻ്റെ അടുത്ത് ഐസ്ക്രീം പിടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്തോ ഐസ്ക്രീമിൻ്റെ അഡ്വർടൈസ്മെന്റ് ഷൂട്ടിന് ഇരിക്കുന്നത് പോലത്തെ ഒരു പോസും. വിച്ചൂട്ടൻ ഐസ്ക്രീം അങ്ങ് വല്ലാണ്ട് പിടിച്ചു കിട്ടും. കൂടെ എനിക്കും ഒരു സ്ട്രോബെറി കൂടി ആയാലൊന്ന് വിച്ചൂട്ടൻ്റെ ഒരു ഡയലോഗും. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടും എൻ്റെ മൈൻഡ് ഇപ്പോഴും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ചില പ്ലേസ് അങ്ങനെയാണ്, അതൊരു വിഷ്വൽ മാത്രമായിരിക്കില്ല. നേച്ചറും വില്ലേജ് വൈബും ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. ഇവിടെയാണ് ഇന്നത്തെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഫ്രെയിം. ബിബറിയിലെ കാം ആൻഡ് കോസി വൈബ്സ്, എ ഫുൾ ബ്യൂട്ടിഫുൾ മെമ്മറി. ട്രാവൽ എന്ന് പറയുമ്പോൾ പ്ലേസ് കാണൽ മാത്രമല്ലല്ലോ, ചിരിയും ഫൺ മൊമെന്റ്സും പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഡ്രാമയൊക്കെ തന്നെ ഒരു ഫുൾ കോംബോ ആണ്. Until then, stay happy, stay vibing, and don't drink any coffee from your partner without checking. Bye bye.